സുഹൃത്തെ, ഞാൻ ജസിൽ മാസ്റ്റർ ജിയിലേക്ക് സ്വാഗതം. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനിൽ കോൺസ്റ്റബിൾ വേക്കൻസികൾ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലായിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നിങ്ങൾ ആദ്യമായിട്ടാണ് മാസ്റ്റർ ജി കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നിങ്ങളുടെ ലൈക്കും കമൻറ്റും സപ്പോർട്ടൊക്കെ നമ്മളെ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ സഹായിക്കും. എന്തായാലും നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. എന്തായാലും സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ കേന്ദ്ര സേനയിലേക്ക് നിരവധി അവസരങ്ങൾ, ഏകദേശം ഒരു 25,000-ലധികം വേക്കൻസികളിലേക്ക് കഴിഞ്ഞ മാസം അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി നാളെയാണ്, അതായത് ജനുവരി 31. അതുകൊണ്ട് തന്നെ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള സെക്കൻഡ് വീഡിയോ ആണ്. ഇത്രയും വേക്കൻസികൾ വന്നിട്ടുള്ളത് കൊണ്ടും അത് ആർക്കും നഷ്ടമാകരുതെന്നുള്ളത് കൊണ്ടാണ് നമ്മൾ വീണ്ടും ഒരു വീഡിയോ ചെയ്യുന്നത്. എന്നാൽ നമുക്ക് വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. ഇത് ഓൾറെഡി കണ്ട ആൾക്കാരാണെങ്കിൽ ഇത് ഇവിടുന്ന് അങ്ങോട്ട് കാണേണ്ട ആവശ്യമില്ല. എന്നാൽ നമുക്ക് വീഡിയോ നോക്കാം. ഇതിൻ്റെ ആപ്ലിക്കേഷൻ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇത് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി നാളെ ഡിസംബർ 31. ഇതിലേക്ക് ഫീസ് അടയ്ക്കാനുള്ള ഓൺലൈൻ ഫീസും കാര്യങ്ങളൊക്കെ അടയ്ക്കാനുള്ള തീയതി ജനുവരി 1, അതായത് മറ്റന്നാൾ വരെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫീസും കാര്യങ്ങളൊക്കെ അടയ്ക്കാവുന്നതാണ്. അതിലെന്തെങ്കിലും കറക്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജനുവരി 4 മുതൽ ജനുവരി 6 വരെ നിങ്ങൾക്ക് കറക്ഷനും കാര്യങ്ങളൊക്കെ നടത്താവുന്നതാണ്. ഇതിൻ്റെ എക്സാമിനേഷൻ നടക്കുക ഒരു ഷെഡ്യൂൾഡ് ആയിട്ടുള്ള ഏകദേശം ഡേറ്റ്, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആയിരിക്കും അത് നടക്കുക ഫെബ്രുവരി മാർച്ച് മാസങ്ങളായിരിക്കും. അതായത് അടുത്ത വർഷം എന്ന് വെച്ചാൽ 2-3 മാസത്തിൻ്റെ ഉള്ളിൽ എക്സാമിനേഷനും കാര്യങ്ങളൊക്കെ നടക്കും. ഓക്കെ, ഇനി ഇതിൻ്റെ എക്സാമിനേഷൻ എങ്ങനെയാണെന്നുള്ളതാണ്. എക്സാമിനേഷന് ഓൺലൈൻ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനാണ്. ഓൺലൈൻ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ 13 ലാംഗ്വേജുകളിൽ എക്സാമിനേഷൻ നടക്കും. അതായത് ഇംഗ്ലീഷ്, ഹിന്ദി, പിന്നീട് നമ്മുടെ മലയാളം, അങ്ങനെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിച്ചിട്ടുള്ള 13 ലാംഗ്വേജുകളിൽ എക്സാമിനേഷൻ നടക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അതൊന്നും പേടിക്കാനില്ല. എക്സാമിനേഷൻ 13 നമ്മുടെ മലയാളത്തിൽ അടക്കം നമുക്ക് എക്സാമിനേഷൻ എഴുതാൻ പറ്റുന്നതാണ്. പിന്നെ എക്സാമിനേഷൻ്റെ ശേഷം നമ്മൾ നോക്കേണ്ടത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റാണ്. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടാവും. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് എന്താണെന്നുള്ളത് പറയാം. അതിനുശേഷം മെഡിക്കൽ ടെസ്റ്റ് ഉണ്ടാവും, മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടാവും. ആ മെഡിക്കൽ എക്സാമിനേഷനു ശേഷം ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനൊക്കെ ശേഷമായിരിക്കും നിങ്ങളുടെ ജോലിയിലേക്ക് പ്രവേശിപ്പിക്കുക. എന്നാലും 25,000-ലധികം വേക്കൻസികളുണ്ട്. വേക്കൻസികളൊക്കെ ഒന്ന് നോക്കാം. മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും അപേക്ഷിക്കാവുന്നതാണ്. പേ സ്കെയിൽ വരുന്നത് ലെവൽ 3 സാലറി പ്രകാരം 21,700 രൂപ മുതൽ 69,100 രൂപ വരെയാണ് സാലറി വരുന്നത്. സോ മെയിൽ കാൻഡിഡേറ്റ്സിന് ടോട്ടൽ വേക്കൻസി വരുന്നത് 23,347 ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാണെങ്കിൽ ടോട്ടൽ വേക്കൻസി വരുന്നത് 2,799, അതായത് 2,800 വേക്കൻസികൾ. അങ്ങനെ എല്ലാം അടക്കം 26,146 വേക്കൻസികൾ ഉണ്ട്. അത് പ്രധാനമായിട്ടും സേനകൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ BSF, CASF, CRPF, SSB, ITBP, AR, SSF, അങ്ങനെ എല്ലാവിധ സേനകളിലേക്കാണ്. സ്പെഷ്യലായിട്ട് SC, ST, OBC, EWS, അൺറിസർവ്ഡ്, അങ്ങനെ എല്ലാ കാറ്റഗറിക്കും എന്തുണ്ട്, അതിൻ്റേതായിട്ടുള്ള റിസർവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി അതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള പ്രായം 18 വയസ്സിനും 23 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. അതായത് ചെറിയ പ്രായമുള്ള യുവാക്കൾക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. 1/1/2024 അടിസ്ഥാനത്തിലായിരിക്കും പ്രായം കണക്കാക്കുക. അതായത് നിങ്ങൾ 2/1/2001 1/1/2006 ഇടയിൽ ജനിച്ചവരായിരിക്കണം. 2 ഡേറ്റും ഇൻക്ലൂഡഡ് ആണ്. ആ ഡേറ്റിൽ ജനിച്ചവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. SC STക്കാർക്ക് 5 വർഷത്തെയും OBCക്ക് 3 വർഷത്തെയും പ്രായത്തിൻ്റെ ഇളവ് ലഭിക്കുന്നതായിരിക്കും. പിന്നീട് സർവീസ്മാൻ അല്ലെങ്കിൽ മറ്റു കാൻഡിഡേറ്റ്സിനൊക്കെ അതിൻ്റേതായിട്ടുള്ള ഇളവുകളുണ്ട്. അതൊക്കെ കൂടുതൽ അറിയാൻ നോട്ടിഫിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വായിച്ച് നോക്കുക. എന്തായാലും ഇതിലേക്കുള്ള മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് നോക്കാം. ഇനി എക്സാമിനേഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. എക്സാമിനേഷൻ ഒരു ഘട്ട എക്സാമിനേഷനാണ് ഉണ്ടാവുക. എക്സാമിനേഷൻ്റെ സിലബസ് അതിൻ്റെ മുന്നോടിയായിട്ട് നമുക്ക് പറയാം. അതിൻ്റെ മുന്നോടിയായിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ നോക്കാം. 10ാം ക്ലാസ് പാസ്സായിരിക്കണം. 10ാം ക്ലാസ്സാണ് മെയിൻ ക്വാളിഫിക്കേഷൻ, വേറെ ക്വാളിഫിക്കേഷൻ ഒന്നുമില്ല. 10ാം ക്ലാസ് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ബോർഡിൽ നിന്ന് 10ാം ക്ലാസ് കഴിഞ്ഞവർക്ക്
അപ്ലൈ ചെയ്യാവുന്നതാണ്. എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ്. അപ്ലൈ ചെയ്യാനുള്ള വെബ്സൈറ്റാണ് www.ssc.nic.in എന്നുള്ള വെബ്സൈറ്റ് വഴി ഞങ്ങൾക്ക് ഓൺലൈനായിട്ട് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ നമ്മൾ PSC ഒക്കെ ചെയ്ത മാതിരി ഒരു 1 ടൈം പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നിട്ട് ലോഗിനും പാസ്വേഡൊക്കെ അടിച്ചിട്ട് അതിൽ ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്, 100 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. വുമൻ കാൻഡിഡേറ്റ്സ്, SC/ST കാൻഡിഡേറ്റ്സ്, എക്സ് സർവീസ്മെൻ കാൻഡിഡേറ്റ്സ് എന്നിവർക്കൊന്നും ഫീസില്ല. ബാക്കി എല്ലാവരും 100 രൂപ ഫീസ് അടയ്ക്കണം. അത് നിങ്ങൾക്ക് നെറ്റ് ബാങ്കിങ്ങോ അല്ലെങ്കിൽ ഗൂഗിൾ പേയോ BIM UPI വഴിയൊക്കെ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡൊക്കെ വഴി അടയ്ക്കാവുന്നതാണ്. ഫീസ് അടയ്ക്കാനുള്ള അവസാന തീയതി ജനുവരി 1-ാം തീയതി രാത്രി 11 മണി, രാത്രി 11 12 മണിയോ 11 മണി വരെ നിങ്ങൾക്ക് അടയ്ക്കാവുന്നതാണ്. പിന്നെ കറക്ഷൻ എന്തെങ്കിലും തെറ്റുകളൊക്കെ വരുത്തിയവരാണെങ്കിൽ 4/1, അതെന്ന് വെച്ചാൽ ജനുവരി 4-ാം തീയതി തൊട്ട് 6-ാം തീയതി വരെ നിങ്ങൾക്ക് കറക്ഷനൊക്കെ വരുത്താവുന്നതാണ്. ഓക്കെ, കറക്ഷൻ നടത്തുന്നവർക്ക് ഒരു 200 രൂപ ചാർജ് ഈടാക്കുമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, 200 തൊട്ട് 500 രൂപ വരെ ചാർജ് ഈടാക്കുന്നതാണ്. കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ എക്സാമിനേഷൻ സെൻറ്റേഴ്സ് ആണെന്ന് നമുക്ക് നോക്കാനുള്ളത്. എക്സാമിനേഷൻ സെൻറ്റർ കേരളത്തിൽ എക്സാമിനേഷൻ സെൻറ്റർ ഉണ്ട്. കേരളത്തിൽ എക്സാമിനേഷന് എറണാകുളം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തിരുവനന്തപുരം, തൃശ്ശൂർ എന്നിവിടങ്ങളിൽ എക്സാമിനേഷൻ സെൻറ്റർ ഉണ്ട്. അതുകൊണ്ട് കേരളത്തിൽ നിന്ന് തന്നെ എക്സാമിനേഷൻ നമുക്ക് എഴുതാവുന്നതാണ്. ഫിസിക്കൽ ടെസ്റ്റിൻ്റെ എന്താണെന്നുള്ളത് നിങ്ങളെ ഭാവിയിൽ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, എന്തായാലും സ്കീം ഓഫ് എക്സാമിനേഷൻ എന്ന് വെച്ചാൽ 80 മാർക്കിൻ്റെ 80 ക്വസ്റ്റ്യൻ്റെ എക്സാമിനേഷനാണ്. 80 ക്വസ്റ്റ്യനാണ് ഉണ്ടാവുക. 2 മാർക്കാണ് ഓരോരു ക്വസ്റ്റ്യനും ഉണ്ടാവുക. പ്രധാനമായിട്ട് അതിൻ്റെ സിലബസ് ഒന്ന് നോക്കാം, സബ്ജക്റ്റുകളൊന്ന് നോക്കാം. ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് 20 ക്വസ്റ്റ്യൻ 40 മാർക്ക്. പിന്നെ ജനറൽ നോളജ് ആൻഡ് ജനറൽ അവയർനെസ് 20 ക്വസ്റ്റ്യൻ 40 മാർക്ക്. എലമെൻ്ററി മാത്തമാറ്റിക്സ് 20 ക്വസ്റ്റ്യൻ 40 മാർക്ക്. ഇംഗ്ലീഷ് ഹിന്ദി 20 ക്വസ്റ്റ്യൻ 40 മാർക്ക്. അങ്ങനെയാണ് എക്സാമിനേഷൻ്റെ കാര്യം. ഓക്കെ, അങ്ങനെ മൊത്തം 80 മാർക്കിൻ്റെ എക്സാമിനേഷനാണ്. 80 അല്ല 160 മാർക്കിൻ്റെ എക്സാമിനേഷനാണ്. 60 മിനിറ്റ് കൊണ്ടായിരിക്കും നിങ്ങൾ എക്സാമിനേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, എക്സാമിനേഷൻ നമ്മൾ പറഞ്ഞു നമ്മുടെ റീജിയണൽ ലാംഗ്വേജ് നമുക്ക് മലയാളത്തിൽ എഴുതാനുള്ള അവസരമുണ്ട്. ഇതിൻ്റെ സിലബസ് കൃത്യമായിട്ട് ഇതിൻ്റെ ആപ്ലിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്, നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് കൃത്യമായിട്ട് വായിച്ച് നോക്കുക. പിന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് നോക്കണം. നിങ്ങൾ എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഉണ്ടാവും, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടാവും. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും സെപ്പറേറ്റ് ആണ്. മെയിൽ കാൻഡിഡേറ്റ്സിന് 5 കിലോമീറ്റർ ഓട്ടം 24 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ അവർക്ക് രണ്ടാമത്തത് 1.6 കിലോമീറ്റർ ഓട്ടം 7 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം. ആ 2 ടാസ്കുകളാണുള്ളത്. ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 1.6 കിലോമീറ്റർ ഓട്ടം 8.5 മിനിറ്റ് കൊണ്ടും 800 മീറ്റർ രണ്ടാമത്തത് 800 മീറ്റർ ഓട്ടം 5 മിനിറ്റ് കൊണ്ടും കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, അതാണ് നിങ്ങളുടെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്. ആ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും കഴിഞ്ഞാൽ ശേഷം നിങ്ങളെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഉണ്ടാവും. അതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ മിനിമം 170 സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം. ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ മിനിമം 157 സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം. അങ്ങനെ കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. ആ ക്രൈറ്റീരിയാസ് ഉള്ളവർക്കാണ് ഇതാക്കാൻ പറ്റുക. മെയിൽ കാൻഡിഡേറ്റ്സിനാണെങ്കിൽ അവർക്ക് ചെസ്റ്റ് 80 സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണം. മിനിമം 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം. അങ്ങനെ ഫിസിക്കലായിട്ടുള്ള ഇതും കൂടി വേണം. മെഷർമെൻറ്റ് അവർ എടുക്കുന്നതാണ്. ഓക്കെ, പിന്നെ വെയിറ്റ് എന്ന് വെച്ചാൽ നിങ്ങളെ ഹൈറ്റിനനുസരിച്ചുള്ള പ്രൊപ്പോർഷനായിട്ടുള്ള വെയിറ്റും വേണം. അത് എത്ര എന്നുള്ളത് പറഞ്ഞിട്ടില്ല. ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് വേണമെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അതിനുശേഷം നിങ്ങൾ ഫിസിക്കലും നിങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ പിന്നീട് മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടാവും. മെഡിക്കൽ എക്സാമിനേഷനു ശേഷമായിരിക്കും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും അതിനുശേഷം നിങ്ങളുടെ ജോലിയിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യുക. സോ നിങ്ങൾ എക്സാമിനേഷൻ ഫസ്റ്റ് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. എക്സാമിനേഷൻ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം പതിയെ നടന്നോളും. ഓക്കെ, പിന്നെ എന്തായാലും ഇതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. വെബ്സൈറ്റ് നമ്മൾ പറഞ്ഞു. അത് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ രണ്ടിടത്തിലോ കൊടുക്കും. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇന്ന് തന്നെ കയറിയിട്ട് അപ്ലൈ ചെയ്തോളൂ. ഇനി വൈകണ്ട, കാരണം നാളെയാണ് അവസാന തീയതി. ഇതിൻ്റെ ഫീസ് അടയ്ക്കാനാണെങ്കിൽ മറ്റന്നാൾ വരെ നിങ്ങൾക്ക് അടയ്ക്കാവുന്നതാണ്. പക്ഷേ ഇന്ന് തന്നെ ആയിട്ട് നാളെയൊക്കെ സൈറ്റ് ചിലപ്പം ജാമാൻ സാധ്യതയുണ്ട്. ഇന്ന് തന്നെ സൈറ്റ് ചിലപ്പം ജാമായിരിക്കും, നല്ല ട്രാഫിക് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ നിങ്ങൾ സൈറ്റിൽ എപ്പോഴാണ് കയറാൻ പറ്റുക കയറിയിട്ട് അപ്ലൈ ചെയ്തോളൂ. നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ആരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. എന്നാലും ഇത്രത്തോളം കാര്യങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള നമ്പറൊക്കെ കൊടുക്കുന്നുണ്ട്. നമ്പർ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് ഈ നമ്പറിലൊക്കെ ബന്ധപ്പെട്ട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കാവുന്നതാണ്.
എന്തായാലും ഇത്രത്തോളം കാര്യങ്ങളാണ് നോക്കാനുള്ളത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ മാസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. ലൈക്കും കമൻറ്റുകളൊക്കെ തന്ന് കൂടുതൽ സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സ് സുഹൃത്തുക്കളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുവരേക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു സൂൺ ഓൺ നെക്സ്റ്റ് വീഡിയോ.